السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن. ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. قال النبي صلى الله عليه وسلم: رب أشعث أغبر مدفوع بالأبواب لا يؤبأ به لو أقسم على الله لأبره. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഞാൻ വയലു പറയാനോ പ്രസംഗിക്കാനോ അല്ല. ഇവിടെ മഗ്‌രിബിൻ്റെ ശേഷം തുടങ്ങിയ നസീഹത്താണ്. ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത്തിപ്പറ്റ ഉസ്താദ് ദുആ ചെയ്യാൻ വേണ്ടി ഏറ്റതാണ്. ആ മഹാൻ എന്തോ സാങ്കേതിക തടസ്സം കാരണത്താൽ വന്നില്ല. അപ്പോൾ ആ സ്ഥാനത്തേക്ക് ചെറിയൊരു ക്ഷീണം. അള്ളാഹു ആ മഹാൻ്റെ അസുഖങ്ങളൊക്കെ സുഖമാക്കി കൊടുക്കട്ടെ. നല്ല ഭൂമി ലോകത്ത് അതുപോലത്തെ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇത്ര ദുന്യാവിനോട് ബന്ധമില്ലാത്തൊരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അവരൊക്കെ ബർക്കത്തുകൊണ്ട് നമ്മൾ അള്ളാഹു ഈമാൻ ദിവസം ജാസ്തിയാക്കി തരട്ടെ. സഹോദരന്മാരെ, എൻ്റെ സുഹൃത്ത് സയ്യിദ് അലി മുസ്ലിയാർ ഏറ്റവും വലിയ സുഹൃത്താണ്. കൽബ് അകന്നിട്ടില്ല. തടി ഓർ തിരൂരാണ്, ഞാൻ കോറാടാണ്. പക്ഷേ കൽബ് വളരെ അടുപ്പാണ്. വളരെ നല്ല മനുഷ്യൻ, വലിയ ആലിമാണ്, വലിയ ബുദ്ധിമാനിയാണ്. ഞാൻ വിവാഹം ചെയ്തന്ന് അവിടെ മംഗളാശംസ അവിടെ തഹ്നിയത്ത് പാടിയത് ഈ മഹാനാണ്. ഞാൻ വിവാഹം ചെയ്തന്ന് ഞങ്ങൾ രണ്ടാളും ഒരേ പ്രായക്കാരാണ്. ഇന്നപ്പോൾ കണ്ടാൽ മൂപ്പരെ കാണാൻ 10 വയസ്സ് ആറെ തോന്നും. ഒന്നുമില്ല, രണ്ടാളും ഒരേ സെയിം പ്രായമാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഞാൻ സംസാരിക്കുന്നില്ല. സഹോദരന്മാരെ, ദുആ ചെയ്യാൻ പോവുകയാണ്. ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ദുആക്കുക. നമുക്കിപ്പോൾ ഇവിടെ നോട്ടീസ് ലിസ്റ്റ് വായിച്ച് വിവാഹം ചെയ്തിട്ട് കുറേ കാലമായി മക്കളില്ല. മക്കൾ ഗൾഫിലാണ്, ആർക്കും അലാ ഖൈറില്ല. അതിനൊക്കെ ഒരു പരിഹാരം 2 വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് ദ്വാരക്കും. സഹോദരന്മാരെ, നമ്മളൊക്കെ മരിച്ചു വേണ്ടി ആളുകളാണ്. എന്നാ മരിക്കുക, എന്ത് രോഗം വരിക അറിയില്ല. ഇനി നമ്മളൊക്കെ ഇനി എത്ര കാലം ജീവിക്കും? 57 വയസ്സായി. എൻ്റെ സുഹൃത്തിനും 57 ഉണ്ടാവും. 57 വയസ്സായി. ഇത്ര പോലെയും കൂടി ജീവിക്കുമോ? 57 ഇത്ര 114 വയസ്സ് പറയാം. അടുത്ത കാലത്ത് കണ്ടില്ല 114 വയസ്സ് ജീവിച്ചിരുന്നത്. 100 വയസ്സ് 105 വയസ്സെന്നാൽ പ്രത്യേകം കൊടുക്കും പത്രത്തിൽ, പ്രത്യേകം. അപ്പോൾ നമ്മളൊക്കെ ഇനി ആസ്തി ജീവിക്കില്ല. സഹോദരന്മാരെ, കഴിവിൻ്റെ പരമാവധി ഞാൻ കൊല്ലം കൂടുമ്പോൾ ഒരു നസീഹത്തിൻ്റെ സാസ് ഉണ്ടാക്കാതെ പോരാ. എന്നും അള്ളാഹുവോട് ദ്വാരക്കണം. എന്നും രാത്രി പാതിരാ സമയത്ത് എഴുന്നേറ്റ് ദുആ ചെയ്യണം. അള്ളാഹുവിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അള്ളാഹ് ചെയ്തു തരേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് വാങ്ങണം. ചോദിച്ചാൽ ഉത്തരം കിട്ടാവുന്നൊരു പാകത നമുക്കുണ്ടാവണം. അള്ളാഹുവിനോട് കുറേ ചോദിച്ചു, ഉത്തരം കിട്ടുന്നില്ല. നമ്മൾ ഹുദവി സംസാരിച്ചില്ലേ, എന്താ കാരണം? നമ്മളെ ദോഷം കൊണ്ടാണ് വെള്ളം കിട്ടാത്തത്. വളരെ ശരിയാണ്. നമ്മളൊക്കെ എത്രയോ അള്ളാഹുവിന്റെ ദ്വാരക്ക് ഉത്തരം കിട്ടുമല്ലോ. എന്താ കാരണം? നമ്മളെ ദോഷങ്ങൾ. 1-2 കാര്യം പറഞ്ഞു ഞാൻ നിർത്തും. സഹോദരന്മാരെ, നമുക്ക്
ദിക്ർ അധികരിപ്പിക്കണം. ദിക്ർ നല്ലോണം ചൊല്ലണം. ദിക്ർ നമുക്ക് കുറേ ദോഷികളാവുമ്പോൾ ദിക്ർ ഇങ്ങനെ അധികരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അള്ളാഹു തെയ്യും ദോഷമൊക്കെ അള്ളാഹു തെയ്യും പുറത്തു കൊണ്ട് ദുആക്ക് ഉത്തരം ചെയ്യും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ദിക്ർ. ദിക്റിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഈ അസ്തഗ്ഫിറുല്ലാഹൽ അസീം അധികരിപ്പിച്ചാൽ ദോഷങ്ങളൊക്കെ പൊറുക്കും. ദോഷങ്ങളൊക്കെ അള്ളാഹു പൊറുക്കും. പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരും. മക്കളില്ലാത്ത ആൾക്ക് മക്കളെ കൊടുക്കുമല്ലോ. വിവാഹം ചെയ്തിട്ട് 10 കൊല്ലായി ഉസ്താദേ, ഇതുവരെ ഒരു കുട്ടിയില്ല, ആൺകുട്ടിയും പെൺകുട്ടിയും ഇല്ല. പരിഹാരം അള്ളാഹു തരും. കുട്ടിനെ അള്ളാഹു തരും. മക്കൾ 4 ആൾ ഗൾഫിലാണ്. ഉസ്താദേ ദ്വാരക്കണം, 4 ആൾക്കൊരു ഖൈറുണ്ടാവാൻ. 4 ആളും 4 വീടുണ്ടാക്കിയാണ് വേറെ പോവാൻ ദ്വാരക്കണം. നമ്മക്ക് അള്ളാഹു വീട് തരും. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. കൈക്ക ഒരു തസ്ബീഹിമാല പിടിക്കണം. നമ്മൾ ഇക്കാരായില്ല, നമുക്ക് തസ്ബീഹ് എടുത്തൂടെ? എനിക്കൊക്കെ എന്നോട് നാളെ ചോദിച്ച്, ഉസ്താദേ എന്നാ നെഹസ് എന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു, എനിക്ക് നെഹസ് തസ്ബീഹിമാല എടുക്കാത്തന്ന്. തസ്ബീഹിമാല എടുക്കാത്തന്ന് എനിക്ക് നെഹസാണ്. കാരണം അതില്ലെങ്കിൽ ഒന്നും ചൊല്ലൂല. ഉണ്ടെങ്കിലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മറിക്കും. അതുകൊണ്ട് സഹോദരന്മാർ സഹോദരികൾ, കയ്യിൽ എപ്പോഴും തസ്ബീഹിമാല അത്യാവശ്യം. അപ്പൊ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ് റവാഹു തുർമുദിയു വസഹഹഹു. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഇസ്തിഗ്ഫാറിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ, നിർബന്ധമാക്കിയാൽ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലും. ഇഷ്ടംപോലെ ചെല്ലേനെ. ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ നിർബന്ധമാക്കിയാൽ ജഅലല്ലാഹു ലഹു, അവനിക്ക് അല്ലാഹ് ആക്കി കൊടുക്കും, മിൻ കുല്ലി റീഖിൻ, എല്ലാ കുടുസിൽ നിന്നും, മഖ്റജ പുറപ്പെടലിനെ. ഒരു കുടുക്കിൽ പോകാൻ പെടൂല. എല്ലാ കുടുക്കിൽ നിന്നും പുറപ്പെടലിനെ ആക്കി കൊടുക്കും. ഇപ്പൊ നിങ്ങൾ വായിച്ചില്ലേ, 4 മക്കൾ ഗൾഫിലുണ്ട്, അലാഖൈറില്ല, അലാഖൈറുണ്ടാവും. ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ നിർബന്ധമാക്കിയാൽ, എന്നും ഞാൻ ചൊല്ലും, ഒറ്റ ദിവസം ചെല്ലാതിരിക്കൂല, ഇസ്തിഗ്ഫാർ നിർബന്ധമാക്കി, ജഅലല്ലാഹു ലഹു, അവനിക്ക് അല്ലാഹു ആക്കി കൊടുക്കും, മിൻ കുല്ലി റീഖിൻ, എല്ലാ കുടുക്കിൽ നിന്നും, മഖ്റജ പുറപ്പെടലിനെ. കുടുക്കിൽ പെടൂല. മക്കൾക്ക് അലാഖൈറുണ്ടാവും. വിവാഹം ചെയ്തവർക്ക് അല്ലാഹു മക്കളെ കൊടുക്കും, സമ്പത്ത് കൊടുക്കും, കുടിക്കാൻ വെള്ളം കൊടുക്കും. ഞങ്ങളാ പറമ്പിൽ വെള്ളമില്ല, ഒരുപാട് കിണറുകൾ ചോക്കി വെള്ളമില്ല, ഉണ്ടാവും. വെള്ളം തരും അല്ലാഹു. ജഅലല്ലാഹു ലഹു, അവനിക്ക് അല്ലാഹു ആക്കി കൊടുക്കും, മിൻ കുല്ലി റീഖിൻ, എല്ലാ കുടുക്കിൽ നിന്നും, മഖ്റജ പുറപ്പെടലിനെ. വമിൻ കുല്ലി ഹമ്മിൻ, എല്ലാ മുഷിപ്പിൽ നിന്നും, ഫറജ തുറവടിയെ. നമ്മൾ ചിലപ്പോൾ ഉണ്ടാവില്ല, ആലോചിച്ചിട്ട് തലങ്ങ പോയും ഉണ്ടാവില്ല. വറസഖഹു, അല്ലാഹ് അവനിക്ക് നൽകും, അല്ലാഹ് അവനിക്ക് ഭക്ഷണം കൊടുക്കും, മിൻ ഹൈസു ലാ യഹ്തസിബ്, ഓൻ വിചാരിക്കാത്ത ഭാഗത്ത് കൂടി അവനിക്ക് അല്ലാഹ് ഭക്ഷണം കൊടുക്കും. ആര് പറഞ്ഞു? അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തുർമുദി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. തുർമുദിയിൽ ചിലപ്പം ലൈഫായ ഹദീസ് ഉണ്ടാവില്ലേ? വസഹഹു, ഇമാം തുർമുദി ഹദീസ് ലൈഫാക്കില്ല, സഹിയാക്കിയിരിക്കുന്നു. സ്വഹീഹായ ഹദീസ്, ഹദീസ് സ്വഹീഹാണ്. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞിരിക്കണമെങ്കിൽ ഈ വാക്ക് ശരിയല്ലേ?
എന്താ അള്ളാഹ് നമുക്ക് സമ്പത്ത് തരാത്ത? ചില ആൾക്ക് അള്ളാഹ് സമ്പത്ത് കൊടുക്കണില്ല, ഇസ്തിഗ്ഫാർ ചെയ്യൂല. ചെയ്യണം. നമ്മൾ എന്തെല്ലാം ചെയ്യണോ അതൊക്കെ പറഞ്ഞ് തന്നുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് വിട്ടുപിരിഞ്ഞ് പോയത്. നാം പ്രവർത്തിക്കണം കഴിവിൻ്റെ പരമാവധി. വിശുദ്ധ ഖുർആനിൽ ആ കാര്യം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് നൂഹ് സൂറത്ത് നോക്കൂ. അമ്മ യതസാഅലൂൻ എന്ന സൂറത്തിൻ്റെ മുമ്പ് ശേഷം തബാറക്കൻ്റെ മുമ്പും അമ്മൻ്റെ ശേഷമായിട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും സൂറത്ത് നൂഹ്. ആ സൂറത്ത് ഇങ്ങനെ കുറച്ച് ഓതിയാക്കിയാൽ കാണാം. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. വിശുദ്ധ ഖുർആൻ. ഇസ്തഗ്ഫിറൂ, നിങ്ങൾ പൊറുക്കലിനെ തേടുക, റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം പറയുക. ഇന്നഹു കാന ഗഫാറ, അല്ലാഹു വല്ലാതെ ദോഷത്തെ പൊറുക്കുന്നവനായിരിക്കുന്നു. ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്താൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, നിങ്ങൾ മേൽ അല്ലാഹു ഇഷ്ടം പോലെ മഴനെ തരും, വെള്ളം അയച്ചു തരും. ശുദ്ധ ഖുർആൻ. മഴയില്ലാത്ത വെള്ളം കിട്ടാത്ത പ്രശ്നം വരികയില്ല. വയുംദിദുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. ബി അംവാലിൻ, സമ്പത്തുകളെ കൊണ്ട്. വബനീൻ, മക്കളെ കൊണ്ട്. മക്കളുണ്ടാവും, സമ്പത്ത്. ഞാളെ ഞങ്ങൾ കോറാട്ട് നിങ്ങൾക്ക് അറിയില്ലോ, ഇവിടെ തന്നെ വൈലത്തൂന്ന് ലേശാണ് പോയാൽ തിരുവെന്ന് കാണാൻ ചെമ്മാട് കൊടിഞ്ഞി വഴി ചെമ്മാട് പോണ ബസ് കയറിയാൽ കോറാട്ടേനെ ബസ് ഇറങ്ങാം. റോഡ് വെക്കത്തെ എൻ്റെ വള്ളി. ആ കോറാട്ട് ഞാൻ എല്ലാ മാസവും ഒരാഴ്ചയിൽ സംസാരിക്കും. എത്ര സംസാരിക്കും? 10 മിനിറ്റ്. എന്നിട്ട് ഞാൻ ആളോട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി പറയും. ആളിരിക്കാൻ വേണ്ടി പറയട്ടോ. അവൻ ചില കുറേ ആളൊക്കെ ഇരിക്കും. അങ്ങനെ ചെയ്ത് ഒരാഴ്ച അങ്ങനെ സംസാരിച്ചു. അപ്പോൾ സംസാരം കഴിഞ്ഞതിന് ശേഷം 2-3 ആൾ വന്ന്, ഉസ്താദേ നിങ്ങളെ സംസാരം കേട്ടപ്പോൾ ഇരുന്നതാണ്. ഞങ്ങൾ കണ്ണൂരാണ്. ഇവിടെ ജുമാക്ക് കുടുംബത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്ത്, ജുമാക്ക് വാങ്ങി കൊടുത്തപ്പോൾ വന്നേ ഉള്ളൂ. ആയിക്കോട്ടെ, എല്ലാം ചെയ്യില്ല. ഒരു ക്ലേശം പറയട്ടെ, നിങ്ങൾ ദ്വാരക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ദ്വാരക്കണം, ഞാൻ തങ്ങളൊന്നുമല്ല. ദ്വാരന്നാൽ ഉത്തരം ഉണ്ടായിക്കോളൊന്നുമില്ല. നിങ്ങൾ കാര്യം പറയുക. അപ്പം ഞാൻ പറഞ്ഞു, എന്തെങ്കിലും പരിഹാരം ഞാൻ പറഞ്ഞെന്നാൽ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. ഞാൻ പെണ്ണെട്ടിയിട്ട് 10 കൊല്ലമായി, ഇതുവരെ കുട്ടികളില്ല. നിങ്ങൾ ദ്വാരക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ദ്വാരന്നാൽ പോരാ, നിങ്ങളും പ്രവർത്തിക്കണം. ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങളും ഭാര്യയും എന്നും അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് 1000 വട്ടം ചെല്ലാൻ തയ്യാറാവും. ഇന്ന് മുതൽക്ക് തയ്യാറാവോ? എന്നാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹ് കുട്ടികളെ തരും. അപ്പോൾ ഒരു കൊല്ലായി അവർ പോയി. എന്നോട് ഇതാക്കാൻ പറഞ്ഞ് ഇത് വേഗം ഒരു പോയി. ഞാൻ പിന്നെ നമ്മൾ മറന്നുപോയില്ലേ. ഇപ്പം ഒരു 1.5 മാസമായി ഒരു ഫോണ്. ഉസ്താദേ അസ്സലാമു അലൈക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അറിയാമെന്നാവും. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ഒരു കൊല്ലം മുമ്പ് നിങ്ങൾ കോറാട്ട് ജുമാക്ക് വന്നപ്പോൾ നമ്മൾ സംസാരിച്ച് മക്കളില്ലാത്ത വിഷയം പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞേ എന്നും 1000 വട്ടങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണമെങ്കിൽ അള്ളാഹു മക്കളെ തരും. അന്ന് മുതൽക്ക് ഞാനും എൻ്റെ ഭാര്യ ഇസ്തിഗ്ഫാർ എന്നും ചൊല്ലും 1000 വട്ടം. ഉസ്താദേ ഭാര്യയ്ക്ക് ഗർഭമുണ്ട്. ഇതുകൊണ്ട് ഭാര്യയ്ക്ക് ഗർഭമുണ്ട്. 10 കൊല്ലം വിവാഹം ചെയ്തിട്ട് കുട്ടികളില്ല. അപ്പോൾ കുട്ടികൾ കൊടുത്ത അള്ളാഹു. സഹോദരന്മാരായ ആളുകൾ, സഹോദരികൾ, നമ്മളെ കൂട്ടത്തിൽ മക്കളില്ലാത്ത ആളുകളുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ തരും. ഇസ്തിഗ്ഫാർ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം
എത്രയോ ആളുകൾ സമ്പത്തില്ലാത്ത ആളുകളുണ്ടാവും. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. പൈസക്ക് ചിലവില്ല, നമുക്ക് പൈസക്ക് ചിലവില്ല. ചില ആളുകളൊക്കെ നമ്മളെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, നേരം വെളുക്കോളം ദ്വാരക്കാൻ സുന്നത്ത് സ്കെച്ച് ദ്വാരക്കാൻ എന്താ എത്രയും ചെയ്യാതെ പൈസക്ക് ചിലവില്ലല്ലോ. സഹോദരന്മാരായ ആളുകളെ, ഇസ്തിഗ്ഫാർ പാതിരാക്കി എഴുന്നേറ്റുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യൂടി, നിസ്കരിച്ച് പിന്നെ അത് വിശുദ്ധ ഖുർആൻ ലേശം ഓതി പിന്നെ ഇസ്തിഗ്ഫാർ ചെയ്യാം. പടച്ചോനെ, ഞാൻ ഒരു പാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ദോഷം പൊറുക്കണേ. ഇസ്തിഗ്ഫാർ അങ്ങനെ ചെയ്താൽ ദോഷം പൊറുക്കും അള്ളാഹു. നമുക്ക് അള്ളാഹു ദുന്യാവും തരും, ആഖിറവും തരും. ഈമാൻ ദിവസം ദിവസം യാസ്തിയാക്കി തരും. അവസാന ഈമാനോടുകൂടി മരിക്കാൻ കാരണമാകും. മക്കളൊക്കെ അള്ളാഹു സാലിഹീങ്ങളാക്കി തരും, നല്ല സ്വഭാവക്കാരായി തരും. ജീവിക്കാൻ സമ്പത്ത് വേണ്ടേ, സമ്പത്ത് തരും, മക്കളെ തരും. എല്ലാ വിഷമങ്ങളെയും അള്ളാഹു അകത്തും. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ നിർത്താൻ പോവുകയാണ്. ഇസ്തിഗ്ഫാർ എല്ലാവരും അധികരിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. നമ്മളൊക്കെ ഇപ്പോൾ ഈ ആളുകളൊക്കെ ഉണ്ട്, എനിക്ക് എത്രയോ ഉഷാറായിരിക്കണ്ടേ. ചില ആളുകളൊക്കെ വളരെ സാധുവായിട്ടിരിക്കണ്ടല്ലോ. എന്താ കാരണം? 10, 55, 60 വയസ്സായി. ഇനി ഉസുറ് കാട്ടിയിട്ട് കാര്യമില്ല. ഇനി ഉസുറ് കാട്ടിയിട്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല, മരിക്കാരായില്ലേ. നമ്മളൊക്കെ 10, 30 വയസ്സുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയി. 30 വയസ്സുള്ള സമയമൊക്കെ കഴിഞ്ഞ് ഭാര്യൻ്റെ സ്വർണം വിറ്റിട്ട് ഗൾഫ് പോവുക. എന്താ? മരിക്കൂല്ലോ, മരണമില്ല. 30 വയസ്സൊക്കെ മരണമുണ്ടോ? ഇല്ല. ദുന്യാവ് ഉണ്ടാക്കാൻ വേണ്ടി ഭാര്യൻ്റെ സ്വർണ്ണമൊക്കെ വിറ്റിട്ട് എന്ത് ചെയ്യുക? ഗൾഫ് പോവുക. അങ്ങനത്തെ ഒരു അവസ്ഥ കഴിഞ്ഞു. അന്നൊക്കെ ഏത് ദോഷം ചെയ്യാനും മടിക്കൂല. ദുന്യാവ് കിട്ടാൻ എന്തെല്ലാം ദോഷം. എത്ര ആളുകളാണ് അറബികളെ പറ്റിച്ചു വരുന്നത്. അറബികൾ ദിവസം എന്താ അത്ര ശമ്പളം? 600 റിയാൽ ശമ്പളം. ഇവിടെ എന്ത് ചെയ്യുക? 2-3 ഏക്കർ ഭൂമിയുണ്ട്, വാങ്ങിയിട്ട് ഭയങ്കര കൂറ്റൻ വീടുണ്ടാക്കണ്. ഉസ്താദന്മാരൊക്കെ വീടുണ്ടാക്കി ഉസ്താദന്മാരൊക്കെ വിളിച്ച് ഇടക്കിടക്ക് പരിപാടിയാണ്, മൗലിദ്. എല്ലാവർക്കും ഇഷ്ടം പോലെ പൈസ കൊടുക്കുകയാണ്. എന്താ ഈ പൈസ? ഏത് പൈസയും കൊടുക്കുന്നത്? 600 റിയാലാ ശമ്പളം. 600 റിയാലാ ശമ്പളം. എവിടുന്ന്? എന്ത് ദോഷം ചെയ്യാനും മടിക്കാത്ത കാലല്ലേ. എന്ത് ദോഷം ചെയ്യാൻ മടിക്കാത്ത കാലം. കാലക്കാലം ദുന്യാവിൽ ജീവിക്കും ഈ ചിന്തയിൽ. അറബിനോട് പുസ്തകം പഠിക്കും ചെയ്യും. എന്താ? ഞാൻ 500 എത്തും ദിവസം 500 എടുക്കണ്ടിട്ടോ. അല്ലി വല്ലിതറിയും, മാഫി മുഷ്കിലാന്ന് പറയും. ഒന്നും ഉണ്ടാവില്ല, കുഴപ്പമൊന്നുമില്ല. അയാൾക്കറിയാം എന്താ ഇപ്പം ഈ പറഞ്ഞതെന്ന്. എന്തിപ്പം ഈ പറഞ്ഞു? ഞാൻ 500 എടുത്തിട്ട് തന്നെ എന്താ ഇയാൾ ചിരിച്ചും കൂടി പറയാ. ഞാൻ 500 എടുത്തിക്കോ, 800 എടുക്കണ്ടിട്ടോ. അത് അറിയില്ല. എന്താ ഓൻ ഗതി? എന്താ? അൽഹംദുലില്ലാ. വേറെ എന്തോ പറയാന്ന് മനസ്സിലാക്കിയത്. അയാൾ ഇത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മലയാളത്തിലല്ലേ പറയുന്നത്, അറബി പറയുകയാണെങ്കിൽ ഒന്ന് അയച്ചുവിടൂലേ? അത് സഹോദരന്മാരെ, അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യം ഒരു കാര്യത്തും എന്തില്ല, ആ ദോഷം പൊറുക്കുക. കാരണം നമ്മൾ കൊണ്ടുവരില്ലേ. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ഉദാഹരണം പറയാണ്. നമ്മൾ അനേകം തെറ്റുകൾ ചെയ്യുന്ന സമയമാണ് 30 വയസ്സ് 40 വയസ്സൊക്കെ. ആ കാലത്ത് എന്ത് ചെയ്ത് തെറ്റും ചെയ്യാൻ മടിക്കാത്ത കാലം. കഴിവിൻ്റെ പരമാവധി സുഹൃത്തുക്കളെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അള്ളാഹു പൊറുത്താലോ? പടപ്പിൻ്റെ ഹക്ക് അള്ളാഹു പൊറുക്കൂല. എങ്കിലും അനേകം കുറ്റങ്ങൾ നമ്മൾ ചെയ്തിക്കണമെങ്കിലും ഇസ്തിഗ്ഫാർ അല്ലേ പഠിച്ച അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങളാരും അങ്ങനത്തെ കാര്യം ചെയ്യരുതിട്ടോ. എങ്ങനത്തെ കാര്യം അറബികളെ പറ്റിച്ച് കൊണ്ടുവരുന്നത് ആരും ചെയ്യരുത്. അങ്ങനത്തെ ഒരു കാലാണ് ഈ 30, 35, 40 ഒക്കെ. കഴിവിൻ്റെ പരമാവധി മനുഷ്യൻ ദോഷം ചെയ്യുന്ന കാലാണ്. സുഹൃത്തുക്കളെ, കഴിവിൻ്റെ പരമാവധി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ, അള്ളാഹുവേ, വണ്ണമായ അള്ളാഹുവിനോട് ഞാൻ പൊറുക്കന്നെ തേടുന്നു. ഈ വാക്കിങ്ങനെ ആവർത്തിക്കുമ്പോൾ അള്ളാഹ് പൊറുത്താലോ? റബ്ബ് വലിയ ഗഫൂർ റഹീമല്ലേ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വാക്ക് അധികരിപ്പിക്കും. കഴിവിൻ്റെ പരമാവധി അധികരിപ്പിക്കണം. കരുതിക്കൂട്ടി കഴിവിൻ്റെ പരമാവധി ആരും ദോഷം ചെയ്യരുത്. ഇങ്ങനെ പൊരുത്തപ്പെടിക്കാൻ പറ്റാത്ത തെറ്റുകൾ ആരും ചെയ്യരുത്. ആരും ചെയ്യുക പ്രോത്സാഹനം നൽകരുത്. ഒന്നും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. കഴിവിൻ്റെ പരമാവധി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, സ്വലാത്ത് അധികരിപ്പിക്കണം.
സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നാരിയ സ്വലാത്ത്, അല്ലെങ്കിൽ പല സ്വലാത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി മിഖ്ദാരിൽ അളീം. ഉന്നതമായ സ്വലാത്താണ് ഈ സ്വലാത്ത്. ഒരു വട്ടം ഒരാൾ ചൊല്ലിയാൽ സാദാ സലാത്ത് 6 ലക്ഷം ചെല്ലുന്ന കൂലിയാണ്. 6 ലക്ഷം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെല്ലിയ കൂലിയാണ്. ഞാൻ ഈ പറഞ്ഞ സലാത്ത് ഒരു വട്ടം ചെല്ലിയാൽ കഴിവിൻ്റെ പരമാവധി ഈ സലാത്തൊക്കെ അധികരിപ്പിക്കുക. ഈ സലാത്ത് ഒരു 17 വട്ടം ചെല്ലുകയാണെങ്കിൽ സാദാ സലാത്ത് 1 കോടിയുള്ള കൂലിയാണ്. ഈ സലാത്തൊക്കെ ഉസ്താദ്മാരോട് ചോദിച്ചിട്ട് എഴുതി പാടാക്കിയിട്ട് ഇങ്ങനെ ചെല്ലിയാൽ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരും. 100 വട്ടമൊക്കെ ഈ സലാത്ത് ഒരാൾ ചെല്ലി നിൽക്കുക. ദിവസം 100 വട്ടം സ്വലാത്തുൽ ഫാത്തിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി മിഖ്ദാരിൽ അളീം. ഈ സ്വലാത്ത് ദിവസം 100 വട്ടം ചെല്ലുകയാണെങ്കിൽ ഖുളിയത്ത് ഹവായിജുഹു കുല്ലുഹാ, അവൻ്റെ ആവശ്യങ്ങളെ മുഴുവനും പൂർത്തിയാക്കി കൊടുക്കപ്പെടും. നല്ല സ്വലാത്താണ്. അങ്ങനത്തെ സ്വലാത്തൊക്കെ ചെല്ലൽ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ ഈമാൻ ദിവസം യാസ്തിയാവും. നമ്മളെ കൽബ് ഇങ്ങനെ കിബിറ്, അസൂയ, ലോകമാന്യം, ഞാൻ വലിയവനാണെന്ന വിശ്വാസം, ദേഷ്യം പോലത്തെ രോഗങ്ങൾ ഹൃദയത്തിൽ നിന്ന് തേഞ്ഞി മാഞ്ഞു പോവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നമ്മളെല്ലാം നന്നാക്കി തരട്ടെ. ദിക്റും സ്വലാത്തും അധികരിപ്പിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. ഹൃദയം അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. പരിപൂർണ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്ക ചൊല്ലി മരിക്കാൻ പടച്ചോൻ നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. 33 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ്, 33 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, 33 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം, 33 പ്രാവശ്യം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം
يا حي يا قيوم 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 يا حي يا قيوم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من جنة الناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه سيدنا ومولانا محمد. اللهم تقبل منا ما قرأناه وما ذكرناه وما خللناه وما صليناه وما سلمناه
وما قلناه من يا حي يا قيوم يا ما قرأنا وما أثل اللهم أثبنا يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. اللهم أوصل ثواب ذلك إلى حضرة روح نبينا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وإلى حضرات الأقطاب والأغواث والأوتاد والنجباء والنقباء والبداء وسائر الأولياء من مشارق الأرض إلى مغاربها وإلى حضرات آبائنا وأمهاتنا وأجدادنا وجداتنا وأعمامنا وعماتنا وأخوالنا وخالاتنا وإخوتنا وأخواتنا وأقاربنا كلهم أجمعين وإلى حضرات الخلفاء الراشدين وإلى حضرات الأئمة المجتهدين وإلى حضرة إمامنا الشافعي رضي الله عنه وإلى حضرة أبي حنيفة الكوفي رضي الله عنه وإلى حضرة مالك بن أنس رضي الله عنه وإلى حضرة أحمد بن حنبل رضي الله عنه وإلى حضرة قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس وإلى حضرة سلطان العارفين الشيخ أحمد الكبير الرفاعي قدس وإلى حضرة علي بن الحسن الشاذلي قدس الله سره وإلى حضرة خواجة معين الدين الجشتي الأجميري قدس الله وإلى حضرة السيد علوي المنبورمي قدس وإلى حضرة ياون تنقل بابا المدفون في هذه البلدة اللهم إلى حضرات من دفنوا في هذه البلدة من المؤمنين والمؤمنات والمسلمين والمسلمات اللهم أعلِ درجاتهم في الجنة اللهم أعلِ درجاتهم في الجنة اللهم أعلِ درجاتهم في الجنة وأعد علينا من بركاتهم وأسرارهم وأنوارهم وعلومهم وارض عنهم وأرضهم يا أرحم الراحمين. اللهم وسع قبورهم اللهم أكرم نزلهم اللهم تقبل أعمالهم وتجاوز عنهم وافتح إلى قبورهم أبواب الجنة ولا تفتح إلى قبورهم أبواب النيران. اللهم أعطهم راحة وسلامة وعافية إلى يوم القيامة. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه سيدنا مولانا محمد أرحم الراحمين ملك الجبار രാജ സയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ ഈ കൂടലും പിരിയലുമെല്ലാം നിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമലാക്കണം പടച്ചവനെ. 4-5 ദിവസമായി അള്ളാഹുവെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിക്കാൻ വേണ്ടി ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടി നീ സ്വീകരിക്കണം പടച്ചവനെ, നീ സ്വീകരിക്കണം പടച്ചവനെ, നീ സ്വീകരിക്കണം പടച്ചവനെ. നിന്റെ ഇൽമിനോടും ദീനിനോടുള്ള സ്നേഹമാണ് ഈ ആളുകൾ നീ പാതിരാസമയത്ത് ഇവിടെ സംഘടിച്ചത് പടച്ചവനെ. അള്ളാഹുവേ, ഈ ഞങ്ങൾക്ക് എല്ലാവർക്കും ദിവസം ദിവസം ഈമാനെ ജാസ്തിയാക്കി തരണം പടച്ചവനെ, ഈമാൻ ജാസ്തിയാക്കി തരണം പടച്ചവനെ. ഈ പരിപാടി സംഘടിപ്പിക്കാൻ ആരൊക്കെ ഇതിൽ ഈ വിഷയത്തിൽ പ്രവേശനമുണ്ടോ അവർക്കൊക്കെ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ സാധിപ്പിച്ച് കൊടുക്കണം പടച്ചവനെ. അവർക്കൊക്കെ നീ അർഹിക്കുന്ന പ്രതിഫലം നൽകണം പടച്ചവനെ. അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഈ നാട്ടിൽ നീ ഖൈറും ബറക്കത്തും അധികരിപ്പിക്കണം പടച്ചവനെ, ഖൈറും ബറക്കത്തും അധികരിപ്പിക്കണം പടച്ചവനെ. ഖൈറും ബറക്കത്തും അധികരിക്കും തോറും ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഈമാൻ, ഇഖ്ലാസ്, തഖ്വയെ ആസ്തിയാക്കി തരണം പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ സാധുക്കളായ ആളുകളാണ് പടച്ചവനെ. നിന്റെ മഹളായ ഫദ്ൽ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാൻ ദിവസം ജാസ്തിയാക്കി തരണം പടച്ചവനെ. ഞങ്ങളെ കാര്യങ്ങളൊക്കെ നീ പൂർത്തിയാക്കി തരണം പടച്ചവനെ. അനേകം ആളുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് പടച്ചവനെ. എല്ലാവരുടെ ആഗ്രഹവും എല്ലാവരുടെ ആവശ്യവും നീ പൂർത്തിയാക്കി കൊടുക്കണം പടച്ചവനെ. ഇവിടെ അനേകം ആളുകളെ പേര് ലീസ്റ്റ് വായിച്ച് കൊടുത്ത് അനേകം ആളുകളെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹുവേ, എല്ലാവരുടെ ഉദ്ദേശം അറിയുന്ന പടച്ചവനെ, എല്ലാവരുടെ ഉദ്ദേശം നീ പൂർത്തിയാക്കി കൊടുക്കണം പടച്ചവനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ഇവരിയ്ക്കുന്ന ഓരോ വ്യക്തികളിൽ എല്ലാവരും ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിന്റെ മഹളായ ഫദ്ൽ കൊണ്ട് നീ പൂർത്തിയാക്കി കൊടുക്കണം പടച്ചവനെ, പൂർത്തിയാക്കി കൊടുക്കണം പടച്ചവനെ.
പൂർത്തിയാക്കി കൊടുക്കണം പടച്ചവനെ. അർഹമുർ-റാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ മക്കളൊക്കെ നീ നന്നാക്കണം പടച്ചവനെ. അവർക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നീ നൽകണം പടച്ചവനെ. ശരഈയായ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും പഠിക്കാൻ അവർക്ക് നീ തൗഫീക്ക് ചെയ്യണം പടച്ചവനെ. ഞങ്ങളെ വിദ്യാർത്ഥികളൊക്കെ നീ നന്നാക്കണം പടച്ചവനെ. അവരെ പരീക്ഷകളിലൊക്കെ അവരെ നീ വിജയിപ്പിക്കണം പടച്ചവനെ. പഠിക്കേണ്ട കാര്യങ്ങളെ പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ അവർക്ക് നീ തൗഫീക്ക് ചെയ്യണം പടച്ചവനെ. അല്ലാഹുവേ, നാട്ടിനും നാട്ടുകാർക്കും വേണ്ടപ്പെട്ടവരാക്കണം പടച്ചവനെ, മോശപ്പെട്ടവരാക്കല്ല പടച്ചവനെ. അർഹമുർ-റാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ ചെറുപ്പക്കാരായ ആളുകൾ, ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ തൂണുകളാണ് പടച്ചവനെ. അവരെ നീ നന്നാക്കണം പടച്ചവനെ. കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളാക്കല്ല പടച്ചവനെ. വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ഉടമകളാക്കണം പടച്ചവനെ. 5 വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുന്നവരാക്കണം പടച്ചവനെ. കഴിവിൻ്റെ പരമാവധി ജമാഅത്തോടുകൂടെ നിസ്കരിക്കുന്നവരാക്കണം പടച്ചവനെ. എന്നും വിശുദ്ധ ഖുർആൻ അല്പമെങ്കിലും ഓതുന്നവരാക്കണം പടച്ചവനെ. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവരാക്കണം പടച്ചവനെ. സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാക്കണം പടച്ചവനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കുന്നവരാക്കണം പടച്ചവനെ. ദോഷത്തിന് ഒഴിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് ചെയ്യണം പടച്ചവനെ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ആഫത്ത് മുസീബത്ത് ജാസ്തിയായ കാലമാണ് പടച്ചവനെ. ഞങ്ങളാരും ഒരാഫത്തിലും മുസീബത്തിലും പെടുത്തല്ല പടച്ചവനെ. ഞങ്ങളെ മക്കളെ പെടുത്തല്ല പടച്ചവനെ. ഞങ്ങളെ സഹോദരന്മാരെ പെടുത്തല്ല പടച്ചവനെ. ഞങ്ങളെ സുഹൃത്തുക്കളെ പെടുത്തല്ല പടച്ചവനെ. ഞങ്ങളെ സ്നേഹിതന്മാരെ പെടുത്തല്ല പടച്ചവനെ. ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ആളുകളെ പെടുത്തല്ല പടച്ചവനെ. അല്ലാഹുവേ, റോഡുമ്മ കിടന്ന് മരിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്കോ ഈ പറയപ്പെട്ടവർക്കോ നീ നൽകല്ല പടച്ചവനെ. വല്ല കുണ്ടിലോ കുയ്യിലോ വീണ് മരിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്കോ ഈ പറയപ്പെട്ടവർക്കോ നീ നൽകല്ല പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ സുഹൃത്തുക്കൾ അനേകം ആളുകൾ ഗൾഫിലും മറ്റുമുണ്ട് പടച്ചവന്. അവർക്ക് യോജിച്ച ജോലി കൊടുക്കണം പടച്ചവന്. അവരെ ജോലിയിലും കച്ചവടത്തിലും ബിസിനസ്സിലുമെല്ലാം ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണം പടച്ചവന്. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെയും അവരെയും നീ കാത്തു രക്ഷിക്കണം പടച്ചവന്. അർഹമുർ-റാഹിമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഈ ഇരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ പല രോഗമുള്ള ആളുകളുണ്ട് പടച്ചവന്. ഊരവേദന, കൈയും കാലും വേദന, തണ്ടൻകാല് വേദന, നെഞ്ഞി വേദന, പുറം വേദന, കഴുത്ത് വേദന, തലവേദന, നിത്യ ജലദോഷം, പല രോഗമുള്ള ആളുകൾ ഇരിക്കുന്ന ആളുകളെ കൂട്ടത്തിലുണ്ട് പടച്ചവന്. എല്ലാവരുടെ രോഗവും നീ സുഖമാക്കി ആഫിയത്തിനെ പ്രദാനം ചെയ്യണം പടച്ചവന്. അല്ലാഹുവേ, നിന്നോടല്ലാതെ ചോദിക്കാൻ ആളില്ല പടച്ചവന്. ഞങ്ങളൊക്കെ നിനക്ക് മാത്രം ആരാധിക്കുന്നു പടച്ചവന്. നിന്നോട് മാത്രം സഹായം തേടുന്നു പടച്ചവന്. അതുകൊണ്ട് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണം പടച്ചവന്.